ചൈനയ്ക്ക് മേൽ അധിക തീരുവ ചുമത്തുമെന്ന പ്രഖ്യാപനം 3 മാസത്തേക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മരവിപ്പിച്ചിട്ടുണ്ട്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയ 145% ഇറക്കുമതി ചുങ്കം പ്രാബല്യത്തിൽ വരാൻ ഒരു ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ട്രംപിന്റെ ഈ അപ്രതീക്ഷിത നീക്കം. ഇതുപ്രകാരം നവംബർ 9-നായിരിക്കും തീരുവ പ്രാബല്യത്തിൽ വരിക. ആതിര സാരസ്വതാണ് വിവരങ്ങളുമായി ചേർന്നത്. ആതിര, ഗുഡ് മോർണിംഗ്. ഇന്ത്യക്ക് മേൽ കടുത്ത നികുതി ചുങ്കം ഏർപ്പെടുത്തിയിരുന്നു അമേരിക്ക, പക്ഷേ ചൈനയ്ക്ക് കുറച്ച് ആശ്വസിക്കാം. വിവരങ്ങൾ. സെതു, ഗുഡ് മോർണിംഗ്. എന്തായാലും ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ 2 സാമ്പത്തിക ശക്തികളാണ് അമേരിക്കയും ചൈനയും. ഈ വർഷം ആദ്യം മുതൽക്ക് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു അപ്രഖ്യാപിത തീരുവ പോര് രൂക്ഷമായിരുന്നു. ജനുവരിയിൽ തീരുവ കൂട്ടിയിരുന്നു. അത് മെയ് ആയപ്പോഴത്തേക്കും ഒരു സമാധാന കരാറിലൂടെ ഒരു പരിധിയിലെത്തിയിരുന്നു. അതായത് അമേരിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 145% ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയിരുന്നത്. തിരിച്ച് മറുപടിയായി ചൈന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 125% തീരുവ നൽകിയിരുന്നു. ഇന്നാണ് അത് പ്രാബല്യത്തിൽ വരേണ്ടിയിരുന്നത്. അതിനാണ് പെട്ടെന്നൊരു അയവ് ട്രംപ് നൽകിയിരിക്കുന്നത്. നവംബർ 9 വരെ ഒരു സാവകാശം നൽകിയിരിക്കുകയാണ് ചൈനയ്ക്ക്. 30% തീരുവയാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിരിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈനയിൽ 10% ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കറിയാം, ഒരു ക്രിസ്മസ് സീസണൊക്കെ വരികയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് ചൈനീസ് ഉപകരണങ്ങളാണ്. ചൈനീസ് ഉപകരണങ്ങൾ, കളിപ്പാട്ടങ്ങൾ, വസ്ത്രങ്ങൾ ഒക്കെ തന്നെ അമേരിക്കൻ മാർക്കറ്റിൽ വലിയ സാധ്യതകൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ 145% വലിയൊരു തീരുവ ഏർപ്പെടുത്തുമ്പോൾ അത് അമേരിക്കൻ കമ്പോളത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് ട്രംപിന് അറിയാം. അത് വലിയ പ്രതിസന്ധികൾക്ക് രൂക്ഷമാവുകയും ചെയ്യും. അതൊക്കെ മുന്നിൽ കണ്ടാണ് ട്രംപ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളതെന്നാണ് റിപ്പോർട്ട്. എന്തായാലും ട്രംപിനോട് ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്ന മറുപടി, ഞാനും ഷിയും തമ്മിൽ വളരെ സൗഹൃദത്തിലാണ്. എന്തായാലും നടപടി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് നോക്കിക്കാണാമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ചൈന ഇതുവരെ മറുപടിയൊന്നും പറഞ്ഞിട്ടുമില്ല. സേതു.